ഒരു കൃതിക്കല്ല സമഗ്ര സംഭാവനയെ മാനിച്ചുകൊണ്ടാണ് എന്ത് കൊടുക്കുന്നത്? ONV സാഹിത്യ പുരസ്കാരം കൊടുക്കുന്നത്. വളരെ എളുപ്പമുള്ള കഥയല്ലേ? രണ്ട് കൂട്ടുകാരാ. ആരൊക്കെയാ കൂട്ടുകാര്? കഥ സിമ്പിൾ അല്ലേ? ONV പുരസ്കാരം നേടിയ ഇത്രയും പേരെയും നമുക്ക് മനസ്സിലായില്ലേ? ONV സാഹിത്യ പുരസ്കാരം അന്ന് തൊട്ട് ഇന്ന് വരെ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. മക്കളെ, കഥ പറഞ്ഞു പഠിക്കാൻ റെഡിയാണല്ലോ? ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. ഒരു കഥ ചൊല്ലട്ടുമാ? ഇന്നത്തെ കഥ ഇതാണ്. വളരെ സിമ്പിൾ കഥയാണ് കേട്ടോ. സുഗതനും വാസുവും കൂടി നമ്പൂരിയുടെ അടുത്ത് പോയപ്പോ ലീലയും മുത്തുവും കൂടി പാത്ത് കളിക്കുകയായിരുന്നു. എവിടെയാ? കൃഷ്ണന്റെ അമ്പലത്തിലാ. കൃഷ്ണന്റെ അമ്പലത്തിൽ പാത്ത് കളിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കഥ മാറിപ്പോകും. അവര് പാത്ത് കളിക്കുകയായിരുന്നു കൃഷ്ണന്റെ അമ്പലത്തിൽ. ഓക്കെ, നമ്മുടെ കഥ ഇതാണ്. സുഗതനും വാസുവും കൂടി നമ്പൂരിയുടെ അടുത്ത് പോയപ്പോ ലീലയും മുത്തുവും കൂടി പാത്ത് കളിക്കുകയായിരുന്നു കൃഷ്ണന്റെ അമ്പലത്തിൽ. ഓക്കെ, വളരെ എളുപ്പമുള്ള കഥയല്ലേ? രണ്ട് കൂട്ടുകാരാ. ആരൊക്കെയാ കൂട്ടുകാര്? നമ്മുടെ സുഗതനും വാസുവും. നേരെ പോവുക. അവര് എങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക മക്കളെ? എങ്ങോട്ടേക്കാ പോകുന്നേ? നമ്പൂരിയുടെ അടുത്തേക്കാ പോകുന്നേ കേട്ടോ. നമ്പൂരി അവിടെ പ്രതീക്ഷിച്ചിരിക്കാനെന്ന് തോന്നുന്നു കേട്ടോ. ആ നോട്ടമൊക്കെ കണ്ടോ അല്ലെ? നമ്പൂരിയുടെ അടുത്തേക്ക് പോയപ്പോ എന്ത് പറ്റി? നമ്മുടെ ലീലയും മുത്തുവും അല്ലെ, ഇവരെ പ്രതീക്ഷിച്ചോണ്ടാ പോയെ. പക്ഷെ അവരെന്ത് ചെയ്യായിരുന്നു? അവര് പാത്ത് കളിക്കുകയായിരുന്നു കേട്ടോ. പാത്ത് കളിക്കുകയായിരുന്നു. എവിടെയാ പാത്ത് കളിക്കുന്നേ? കൃഷ്ണന്റെ അമ്പലത്തിലാണ് അവർ പാത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. രാധാകൃഷ്ണന്മാരാണ് അല്ലെ? രാധാകൃഷ്ണന്മാരുടെ അമ്പലത്തിലാണ് അവർ പാത്ത് കളിക്കുന്നത്. കഥ സിമ്പിൾ അല്ലേ? കഥ കിട്ടിയോ? കഥ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തു പഠിച്ചു കഴിഞ്ഞു മക്കളെ? പഠിച്ചു കഴിഞ്ഞടാ. എന്താ പഠിച്ചു കഴിഞ്ഞേ? ONV സാഹിത്യ പുരസ്കാരം അന്ന് തൊട്ട് ഇന്ന് വരെ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 2016 ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്ന ONV കുറുപ്പ് മരിക്കുന്നത്. 2017 മുതൽ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ONV സാഹിത്യ പുരസ്കാരം കൊടുത്തു തുടങ്ങി. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ONV സാഹിത്യ പുരസ്കാരം നേടിയത് സുഗതകുമാരി. 2018 MT വാസുദേവൻ നായർക്കാണ് കിട്ടിയത്. 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2020 ഡോക്ടർ M ലീലാവതി ടീച്ചർ. 2021 തമിഴ് ഗാനരചയിതാവും തമിഴ് കവിയുമായ വൈരമുത്തുവിനാണ് ലഭിച്ചത്. 2022 T പത്മനാഭനും 2023 ഏറ്റവും ഒടുവിൽ C രാധാകൃഷ്ണനുമാണ് ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ഇത്രയും പേർക്ക് ലഭിച്ച പുരസ്കാരത്തിന്റെ ഓർഡർ ഓർത്തു വെക്കാനുള്ള എളുപ്പ വഴിയാണ് എന്ത്? സുഗതനും വാസുവും കൂടി നമ്പൂരിയുടെ വീട്ടിൽ പോയപ്പോൾ ലീലയും മുത്തുവും കൂടി പാത്ത് കളിക്കുകയായിരുന്നു രാധാകൃഷ്ണ ക്ഷേത്രത്തിൽ അല്ലെ? ഈ കഥ ഓർത്തു വയ്ക്കാമെങ്കിൽ നമുക്ക് പഠിക്കാം ONV സാഹിത്യ പുരസ്കാരം. ഒരു കൃതിക്കല്ല സമഗ്ര സംഭാവനയെ മാനിച്ചുകൊണ്ടാണ് എന്ത് കൊടുക്കുന്നത്? ONV സാഹിത്യ പുരസ്കാരം കൊടുക്കുന്നത്. അപ്പൊ മക്കളെ, കഥ എന്തായിരുന്നു? സുഗതനും വാസുവും കൂടി നമ്പൂരിയുടെ അടുത്ത് പോയപ്പോ ലീലയും മുത്തുവും കൂടി പാത്ത് കളിക്കുകയായിരുന്നു കൃഷ്ണന്റെ അമ്പലത്തിൽ. അതായത് 2016 ONV കുറുപ്പ് മരിക്കുന്നു. 2017 ആദ്യമായി പുരസ്കാരം കിട്ടിയത് സുഗതകുമാരിക്ക്. 2018 MT വാസുദേവൻ നായർക്ക്. 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക്. 2020 ഡോക്ടർ M ലീലാവതി ടീച്ചർക്ക്. 2021 വൈരമുത്തുവിന്. 2022 പത്മനാഭൻ T പത്മനാഭനാണ് ലഭിച്ചത്. 2023 കൃഷ്ണന്റെ അമ്പലം C രാധാകൃഷ്ണനാണ് ONV സാഹിത്യ പുരസ്കാരം കിട്ടിയത്. കഥ സിമ്പിൾ അല്ലേ? ONV പുരസ്കാരം നേടിയ ഇത്രയും പേരെയും നമുക്ക് മനസ്സിലായില്ലേ? ഇനി മറക്കുവോ? മറക്കരുത്. ഓക്കെ, ഒരു കഥ ചൊല്ലട്ടുമായുടെ മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.